ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ച മഹിളാ മോർച്ച പ്രവർത്തകർ പാലക്കാട്ടെ പാലക്കാട്ടെ MLA വസതിക്ക് മുന്നിലേക്ക് മാർച്ച് ചെയ്യുകയാണ്, ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. പൂവൻകോഴിയൊക്കെ പിടിച്ചുകൊണ്ടാണ് മഹിളാ മോർച്ച പ്രവർത്തകർ ഇപ്പോൾ ഓഫീസിന് MLA ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. MLA രാജിവെക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. MLA രാജിവെക്കുമോ എന്നുള്ള ചോദ്യം, രാജിവെക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യം കോൺഗ്രസ് നേതൃത്വത്തിന് നേരെ തുടർച്ചയായി മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആ കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി കിട്ടിയിട്ടില്ല. പക്ഷേ MLA രാജിവെക്കേണ്ടതില്ല, MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന ഒരു പൊതു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നുണ്ട് എന്നാണ് സൂചന. കാരണം നേരത്തെ മുകേഷ് MLAക്ക് എതിരെ അടക്കം ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ MLA രാജിവെച്ചില്ലല്ലോ, MLA സ്ഥാനം രാജിവെച്ചില്ലല്ലോ, അതുകൊണ്ട് രാജിവെക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുണ്ട് എന്നാണ് PR പ്രവീണ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ MLA സ്ഥാനത്ത് രാജിവെപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നേരത്തെ പ്രവീണ റിപ്പോർട്ട് ചെയ്തതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാൻ തന്നെയാണ് സാധ്യത. ശക്തമായ നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേരും എന്നും പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോൾ യുവമോർച്ച മഹിളാ മോർച്ച പ്രവർത്തകരുടെ മാർച്ച് നടക്കുകയാണ്. ഈ പ്രതിഷേധ പ്രകടനത്തിലെത്തിയ നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ സാർ, അതുപോലെ തന്നെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത്, മറ്റു ഭാരവാഹികൾ, മഹിളാ മോർച്ച ഭാരവാഹികൾ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടി നമ്മുടെ കേരളക്കരയിലെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും എല്ലാവരുടെയും ഒരു മാനം കാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായി അധ്യക്ഷനായി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് ക്ഷണിച്ചുകൊള്ളുന്നു. കുറച്ചുകൂടി അവിടെ തിരിഞ്ഞു ഈ പ്രതിഷേധ പരിപാടിയുടെ അധ്യക്ഷയും പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷനുമായിട്ടുള്ള ശ്രീമതി ടി ബേബി അവർ അജിത്ത് ചേരുന്നുണ്ട് ഈ പ്രകടനത്തിന്റെ ഈ പ്രതിഷേധത്തിന്റെ വിവരങ്ങളുമായി. അജിത്ത്, ശക്തമായ പ്രതിഷേധം ഇപ്പോൾ അവിടെ സംഘടിപ്പിക്കുന്നത് BJP നേതൃത്വമാണ്. സ്വാഭാവികമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തേക്ക് എത്തിയത് BJP ആണ്. അതിന്റെ തന്നെ ആവേശം അവിടെ ഈ പ്രതിഷേധ പ്രകടനങ്ങളിൽ കാണും. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? റോഡിലിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാക്കി തീർത്തിട്ട് ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ആദ്യഘട്ടത്തിൽ BJP ഇവിടേക്ക് മാർച്ച് നടത്തുകയും പോലീസുമായി വലിയ തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുകയും മണിക്കൂറുകൾ നീണ്ട സമരം ഇന്നലെ തന്നെ ഉണ്ടാകുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധമായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. 3 കോഴികളെ കൊണ്ടാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. 3 കോഴികൾ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇവിടെ പ്രതിഷേധനായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പ്രശാന്ത് ശിവൻ സംസാരിക്കുകയാണ്. പക്ഷേ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും നിങ്ങളെ ശ്രദ്ധിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇന്നലെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ട് ഹണി ഭാസ്കർ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരി പരസ്യമായി രംഗത്ത് വന്നു. അതിനെ തള്ളിക്കളയാനോ അവർക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളുവാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ ഒരു കാട്ടുകോഴിയെ പാലക്കാടൻ ജനതയ്ക്ക് ആവശ്യമായിട്ടില്ല. ഇവിടെ നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് സമാധാനത്തോടു കൂടി രാത്രി ഉറങ്ങാൻ സാധിക്കണം. ഇവിടെ രാത്രി 10-11 അത്തരത്തിലാണ് ഹർഷൻ. അതായത് BJP സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇന്നലെ തന്നെ കൃഷ്ണകുമാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് നടന്നെങ്കിൽ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ എത്തിക്കൊണ്ടാണ് പ്രവർത്തനം നടത്തുന്നത്. പോസ്റ്ററിൽ ഹൂ കേസ് എന്ന് എഴുതിക്കൊണ്ട് 3 കോഴികളുമായിട്ടാണ് ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അത്തരത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഉയരുന്നത്. മാത്രമല്ല BJP പറയുന്നത് ഈ വിഷയം രാഷ്ട്രീയമായി തന്നെ ഉന്നയിക്കുകയാണ്. എന്തുകൊണ്ടാണ് ജില്ലയിലെ കോൺഗ്രസിന്റെ നേതൃത്വം ഒന്നും ഈ കാര്യത്തിൽ ഇടപെടാത്തത്, മാത്രമല്ല ഈ കാര്യത്തിൽ വലിയ തരത്തിലുള്ള വീഴ്ചകൾ വരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. പ്രശ്നം ഏതാണെങ്കിലും സജീവമായി BJP ഏറ്റെടുത്തിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇങ്ങോട്ടേക്ക് DYFIയും മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. DYFIയും SFIയും സംയുക്തമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഇതിന് പിന്നിലായാണ് ഒരു 100 മീറ്റർ പിന്നിലായാണ് പോലീസ് ബാരിക്കേഡ് വെച്ചിരിക്കുന്നത്. അതിന് മുമ്പിൽ തന്നെ 100 മീറ്ററിൽ മുമ്പിൽ തന്നെ പോലീസ് തടയുന്ന ഒരു ക്രമീകരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ
ചെറിയ വഴിയാണ്. ആ വഴിയിൽ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാനാണ് നേരത്തെ തന്നെ മുന്നിൽ തന്നെ തടഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചത്. ഏതാണെങ്കിലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രതിഷേധം തുടരുന്ന ഇത് ഇവിടെ ഇപ്പോൾ നമ്മളോടൊപ്പം ഇന്നലെ തന്നെ താങ്കൾ രാഷ്ട്രീയമായ വിഷയത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. ഇപ്പോൾ കൂടുതൽ സമരങ്ങളിലേക്ക് കടക്കുകയാണ്. എന്താണ് ഈ ഘട്ടത്തിൽ BJP അല്ല, ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമല്ല. കേവലം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചാൽ പോരാ, MLA സ്ഥാനം രാജിവെപ്പിക്കണം. കാരണം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഓരോ നിമിഷവും MLA സംബന്ധിച്ച് പുതിയ ആരോപണങ്ങൾ കേരളത്തിലെ സ്ത്രീകൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ MLA സ്ഥാനം രാജിവെക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി സമരവുമായിട്ട് മുന്നോട്ട് പോകും. പാലക്കാട് കാലുകുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇന്നലെ തന്നെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ താങ്കൾ ഉന്നയിച്ചു. അപ്പോൾ ഇന്നലെ കൃത്യമായ ഒരു ആരോപണം മുമ്പിൽ ഉണ്ടായിരുന്നില്ല, പേരടക്കം കാര്യങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഒരുപടി മുന്നേ തന്നെ BJP ഇക്കാര്യത്തിൽ ഇവിടെ പ്രതികരണവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് കോൺഗ്രസിന്റെ ബൂത്ത് മുതൽ KPCC വരെയുള്ള ആളുകൾക്കറിയാം. നേരത്തെ വന്ന ആരോപണം സംബന്ധിച്ചും കോൺഗ്രസ്സുകാർക്ക് വ്യക്തമായിട്ടുള്ള അറിവുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാർ കണ്ണടച്ച് ഇരുട്ടാക്കിയിരുന്നു. ഞങ്ങൾ ഒരു കാരണവശാലും സമ്മതിക്കില്ല. MLA സ്ഥാനം രാജിവെക്കുന്നത് വരെ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഏത് തരത്തിലുള്ള സമരമാണ് ഇനി തുടരാൻ? MLA പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല. ഒരു പൊതുപരിപാടിയിലും MLA പങ്കെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതാണ് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള C. കൃഷ്ണകുമാർ പറയുന്നത്. MLA സ്ഥാനം രാജിവെക്കാതെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല, അല്ലെങ്കിൽ പാലക്കാട്ടെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം തുടരുന്നത്. ഇപ്പോൾ ഹർഷൻ, നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ BJPയുടെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ പോലീസിനെ മറികടന്ന് പോകാനുള്ള ശ്രമം നടത്തുകയാണ്. അത്തരത്തിൽ പ്രതിഷേധവുമായി നിൽക്കുകയാണ് പോലീസ്. അവിടെ വനിതാ പോലീസുകാർ ഇപ്പോൾ അവരെ തടയുന്ന സാഹചര്യമാണുള്ളത്. ഏതാണെങ്കിലും ഈ പ്രതിഷേധം ശക്തമായി തുടരുന്ന പശ്ചാത്തലമാണ്. ഏതാണെങ്കിലും പിന്നോട്ട് പോവില്ല എന്നുള്ളത് തന്നെയാണ് മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ സമരവുമായി മുന്നോട്ട് തന്നെ പോകും എന്നുള്ളതാണ്. പക്ഷേ പോലീസ് ഇവിടെ പ്രവർത്തകരെ തടയുന്ന സാഹചര്യമാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. ഏതാണെങ്കിലും ഇതാ ഇപ്പോൾ കോഴിയെ എടുത്ത് എറിയുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ദേഹത്തേക്ക് കോഴിയെ എടുത്ത് എറിയുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ ശക്തമായ പ്രതിഷേധമാണ്. കൗൺസിലർമാർ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിൽ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ഏതാണെങ്കിലും അടുത്ത കോഴിയെടുത്തെറിയുന്ന ദൃശ്യങ്ങളാണ്. കോഴിയെ എടുത്തെറിയുന്നതാണ് എറിയുന്ന സാഹചര്യമാണ്. കോഴി എടുത്തെറിയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഇതിലൊരു കോഴി ഇപ്പോൾ എറിഞ്ഞ കോഴി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ കോഴി എടുത്തെറിഞ്ഞ് ഒരു കോഴി അതിന് ചത്തുപോയിട്ടുണ്ട്. ഒരു കോഴി ഇവിടെ നിൽക്കുന്നുണ്ട്. പോലീസിന് നേരെയാണ് ഇവരെടുത്ത് എറിഞ്ഞത്. ഏതാണെങ്കിലും ഈ പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ്. ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്.